ആയിട്ടൊരു ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്കായി പാടാൻ എത്തുന്നു ബഡ്റൂമാൽ ഫെയിം ഷമീർ. എൻജോയ്. खतरे को मेरे ख्वाजा ने दरिया बना दिया, जो हो पसंद रब्बानी को ऐसा बना दिया। ख्वाजा नयसी गरीब पर, ख्वाजा नयसी गरीब पे एहसान कर दिया। जिसे फकीर देखो शहंशाह बना दिया। दो जहराजा शरफुल रोजा, दो जहराजा शरफुल रोजा, दो जहराजा शरफुल रोजा, दो जहराजा शरफुल रोजा। नूर तहूरे दम, नूर तहूरे दम, नूर तहूरे दम, नूर तहूरे दम। പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ഹസനി ഹുസൈനി ദം. ഖ്വാജാ ഖ്വാജാ പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ, ഖ്വാജാ ഖ്വാജാ പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ. ദോ ജഹരാജാ ശരഫുൽ റോജാ, ദോ ജഹരാജാ ശരഫുൽ റോജാ, നൂർ തഹൂരെ ദം, നൂർ തഹൂരെ ദം. പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന, പൊന്നജ്മീരിൽ പൂത്തുവിടർന്ന ഹസനി ഹുസൈനി ദം. ഖ്വാജാ ഖ്വാജാ പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ, ഖ്വാജാ ഖ്വാജാ പൂമലരെ ദിക്കജ്മീരിൻ തേന്മലരെ. दुनियादारी भूल गया मैं अल्लाह की मस्ती में, अल्लाह की मस्ती में, अल्लाह की मस्ती में। शान से चलता फिरता हूँ मैं अपना मोइन की बस्ती में, अपना मोइन की बस्ती में, अपना मोइन की बस्ती में। जिक्र नबी गए इश्क़े पीर गए, जिक्र नबी है इश्क़े जिक्र नबी गए इश्क़े पीर गए हर पल मेरे संग। ख्वाजा ख्वाजा पूमलरे दिक्कज्मीरिन तേന്മലരെ, ख्वाजा ख्वाजा पूमलरे दिक्कज्मീരിൻ തേന്മലരെ. താങ്ക് യു. ഇനി ഈ വേദിയിലേക്ക് വരാൻ പോണേ ശരിക്കും പറഞ്ഞാൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ പോകുന്നത് വിനോദ് കോവൂരും അതുപോലെ തന്നെ സുരഭി ലക്ഷ്മിയാണ്. സോ ലെറ്റ്സ് ഓൾ എൻജോയ്. നോക്കി പോണേ, കാലം അത്രക്കും മോശാണ്. മൊഞ്ചുള്ള പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല.
ആ അല്ല ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ലേ, ഓക്ക് മൊഞ്ച് കിട്ടാണ്ടിക്കോ ഇഞ്ചല്ലോ മോള്. നിങ്ങൾ ഓളെ കണ്ടില്ലേ, ഇഞ്ച മുറിച്ച മുറിയല്ലേ ഓള്. ഉപ്പക്കും മോനും ഒന്നും അത് കിട്ടിയില്ല, ഉപ്പയും മോനും ഒരു രസവും ഇല്ലാത്ത ഇറ്റിങ്ങള്. എല്ലാരും കാണുമ്പോ എന്നോട് ചോദിക്കൂ എന്റെ എന്നാണോ പാത്തോ മോനേന്ന്. ഹോ ആ കേക്കുമ്പോ തനിക്ക് എന്തോ ഒരു മൈരിയാവും. ഇഞ്ച ചെറുപ്പകാലത്ത് നിങ്ങൾക്കറിയോ, ഇഞ്ച ചുറ്റിലും ഇങ്ങനെ ഉപഗ്രഹം ചുറ്റണ മാതിരി ആൾക്കാരിങ്ങനെ നടക്കേനു ഇഞ്ച മൊഞ്ചൊന്ന് കാണാൻ വേണ്ടിട്ട്. ഒരു കാലം ഈ മീൻകാരന്റെ കൂടി എന്ന് കൂടിയോ അന്ന് തുടങ്ങി ഇഞ്ച കഷ്ടകാലം. ഒരു പവറും ഇല്ല പത്രാസും ഇല്ലാത്തൊരു മനുഷ്യൻ. നല്ലൊരു ചുരിദാർ ഇടാൻ പറ്റൂല, ഒരു സാരി ഉടുക്കാൻ പറ്റൂല, എന്തിന് മര്യാദയ്ക്കൊന്ന് അണിഞ്ഞൊരുക്കി നടക്കാൻ പറ്റുമോ? മൊരടേനാ മൂപ്പരൊരു പയ്യ മനുഷ്യനാ. മീനി MIT മീനി, ഇത് മാത്രമേ മൂപ്പർക്ക് ഒരു വിചാരമുള്ളൂ. ഹലോ പറഞ്ഞേ തീർന്നില്ലല്ലോ, അന്നപ്പോൾ കഥ വരണ. പഠിത്തൊന്നും പാണ്ടിലോറി ഒന്നും കേറി ചാവൂല മനുഷ്യൻ. ആ വരുന്നല്ലോ മീൻകാരെ, വരി. റസിയ എങ്ങോട്ടാ പോയതിപ്പോ? അതോ ഓളെ കൂട്ടുകാരിന്റെ നിക്കാഹുണ്ട്, അതിന് വേണ്ടിട്ട് എന്തൊക്കെ മേക്കപ്പ് സാമാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോയതാ. എന്തായാലും ഓള് ഈ പുറത്തു പോകുമ്പോ ഓളെ മേലെ എനിക്കൊരു കണ്ണ് വേണം പാത്തു. ഇഞ്ച കണ്ണെടുത്തിട്ട് ഞാൻ ഓളെ മേത്ത് വെക്കുക, അന്നപ്പോ ഞാൻ എന്തേത്തോണ്ടാ നോക്കുക? അന്റെ കണ്ണ് ഓളെ മേലെ വെക്കാനല്ല പറഞ്ഞത്, പിന്നെ ഓളെ മേലെ ഒരു നോട്ടം വേണമെന്ന്. ഓക്ക് എന്തേത്തപ്പൊ ഒരു കുഴപ്പോ? ഓക്ക് ഒരു കുഴപ്പമില്ല, അതാണ് ഓളെ കുഴപ്പം. ഓളെ നടത്തുന്നത്ര ശരിയായിട്ട് ഞമ്മക്ക് തോന്നില്ല പാത്തു. എന്തേ? അതായത് ഓക്കെത്ര ചുരിദാർ വീട്ടില് അലമാറിലൊക്കെ നോക്കി അട്ടിക്കട്ടിക്ക് വെച്ചിക്കല്ലേ ചുരിദാർ. ഈ ചുരിദാറിന്റെ കളറിനനുസരിച്ചുള്ള ചെരുപ്പുകൾ, എത്ര ചെരുപ്പാണ് നോക്ക് കൊലായിലേക്ക്. പിന്നെ അതാ ഓൾ ആ ചുരിദാറിന്റെ കളറിനനുസരിച്ചുള്ള കുറെ വാച്ചുകളും. അല്ല ഇവള് മീൻകാരൻ MIT മൂസന്റെ മോൾ തന്നെയല്ലേ, അല്ലാണ്ട് ജയലളിതന്റെ മോളൊന്നും അല്ലല്ലോ. ജയിലെഴുതോ? അല്ല ആരാ ജയിലെഴുതാ? അതാ നോക്കണ്ട പറയിപ്പിക്കണ്ട. എന്തായാലും ഓളെ ചുരിദാറൊന്നും അത്ര ശരിയില്ല, അതാ ഞമ്മള് പറയണേ. ഓ ഓളെ ചുരിദാർ ശരിയില്ല, ഉപ്പയും മോളും കൂടി അല്ലേനോ കഴിഞ്ഞ പെരുന്നാൾക്ക് വാങ്ങിയേ? അതല്ല പാത്തുവോ, ഈ ചുരിദാറിന് എന്തിനാണ് ഇതുവരെ കീറല്? അല്ല പണ്ടൊക്കെ ചുരിദാറിന്റെ കീറൽ ഇതുവരെയേനി, പിന്നെ അതെല്ലാം കൂടി ഇവിടെ എത്തി, ഇപ്പതാ ഇവിടെ എത്തി, ഇനി ഇതെല്ലാം കൂടി ഇവിടെ എത്തുവോ? ആ ചെലപ്പോ ആടൊക്കെ എത്തും, അതൊക്കെ പുതിയ ഫാഷനാ. നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തേത്തു? ഓൾഡ് ജനറേഷൻ കൊഞ്ച വാപ്പോ മനുഷ്യൻ ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞൂടേലോ. പഴയ ആൾക്കാര് അതിനാണ് ഓൾഡ് ജനറേഷൻ എന്ന് പറയാ. ഞമ്മളൊക്കെ പുതിയ ഫാഷനുള്ള ആൾക്കാര് ന്യൂ ജനറേഷൻ, മനസ്സിലായോ? അതുമല്ല പാത്തു, പിന്നെ ഓളെ കൈമൽ എപ്പോഴും മൊബൈൽ ശ്രദ്ധിച്ചിട്ടുണ്ടായി. ആ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഏത് നേരം മൊബൈല്. ആരോട് അവൾ ഇങ്ങനെ വർത്താനം പറയണേ? ഇപ്പോൾ നടന്നു പോകുമ്പോ വരെ ഓൾ ആരോടോ വർത്താനം പറഞ്ഞിട്ടാ പോണ്. ഞാൻ അങ്ങോട്ട് വരുന്നൊന്നും എന്റെ മോള് നമ്മളെ കണ്ടില്ല. ആരോട് അവൾ ഇങ്ങനെ വർത്താനം പറയണത്? ആ റോഡ് മുറിച്ച് കിടക്കുമ്പോ ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാൽ ഓള് മയ്യത്തായി പോകൂലേ? മൂസക്കായി അത് ഓളെ കൂട്ടുകാരികളോട് അങ്ങനെ എന്തെങ്കിലും വർത്താനം പറഞ്ഞതായിരിക്കൂ. എല്ലാത്തിനും നിങ്ങൾ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കണേ. കാലത്തിനനുസരിച്ച് ഞമ്മള് കോലം മാറണം. ഇപ്പൊ തന്നെ ഓളേടാ നിക്കണ്, ഏട്ടാ പോണെന്നൊക്കെ അറിയണമെങ്കിൽ ഞമ്മക്ക് ഞമ്മള് മൊബൈലിൽ വിളിച്ചാ പോരെ. അതാണ് മൊബൈലിന്റെ ഗുണം. ഈ വിളിച്ച അവള് കൃത്യമായിട്ട് നിക്കണ സ്ഥലം പറഞ്ഞു തരും. എന്റേതല്ലേ മോള്? എന്തേ തങ്ങൾക്ക് സംശയം ഉണ്ടോ അല്ലേ മോളിന്? നോക്ക്, മാണ്ടാത്ത വർത്താനം പറയണ്ട. ഈ ആ നിങ്ങള് മാണ്ടാത്ത പറയണ്ട. എപ്പോഴും ഇഞ്ച മോളൊരു കുറ്റം പറയല. ഒക്കെ ഇഞ്ച മൊഞ്ച കിട്ടിയിട്ടാ, ഇഞ്ച ബുദ്ധി കിട്ടിയിട്ടാ. ഞമ്മളൊരു കാര്യം പറയാ, ഇഞ്ച മോളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാകാൻ പോണതേ നിങ്ങളെ മോനെ കൊണ്ടാ. ഓന്റെ മേലൊരു കണ്ണുള്ളത് നല്ലതാ. ഓനെന്തേടി? ഓനെന്താ കുഴപ്പം? ഓന് കൊഴപ്പേ ഉള്ളൂ. ഓന്റെ കുറച്ച് ന്യൂ ജനറേഷൻ ചെക്കന്മാർ ഇവിടെ വരാണ്ട് ഇങ്ങനെ പെടപെടപെടാന്ന് മുടിയും കഴുത്തിലും കാതിലും മൂക്കിലും ഒക്കെ തൊളിച്ചെന്തൊക്കെ ആണിയും കുന്തവും കൊടച്ചക്രവും ഒക്കെ ഇട്ടേറ്റിങ്ങള്. പിന്നെ നിങ്ങൾ ഇഞ്ച മോളെ ചുരിദാറിന് കുറ്റം പറഞ്ഞില്ലേ? നിങ്ങളെ മോനേടാ പാന്റ് ഇടയില് ദാ ബെട, ബാക്കി മുഴുവൻ ഓന്റെ സദ്യ കാണേല്. ഇഞ്ച മോളെ കുറ്റം പറയാൻ വന്നിക്കണ്. നിങ്ങളെ മോന്റെ ചുണ്ടിന്റെ അകത്ത് കണ്ടിക്കോ, ദാ ഇവിടെ എന്തോ ഒരു സാധനം കൊണ്ട് കുത്തി തിരികൂ. ഹേൻസി, പിന്നെ ചൈനീ കുഞ്ഞി. ആര്? ഞമ്മളെ മോനോ? ആ നിങ്ങളെ പുന്നാര മോൻ റിസ്വാനി. ഇന്നലെ നിങ്ങളെ മോൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഓന്റെ ആരാധനാപാത്രം ആരാന്നറിയോ? ആരാണ്? സരിതാ നായർ. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല, നാട്ടിലെ മുഴുവൻ ആണുങ്ങളെ ആരാധനാപാത്രം സരിതാ നായരാണല്ലോ. നിങ്ങളേക്ക് നല്ല സംശയം. ഞമ്മളെയോ? ആ നിങ്ങൾ തന്നെ. നിങ്ങള് മൊബൈൽ ഇങ്ങോട്ട് എടുക്കി. എന്തിനാണ് ഇങ്ങോട്ട് എടുക്കി, ഞമ്മള് നോക്കട്ടെ. ഇത് ഞമ്മളെ മൊബൈലിൽ അതില്ലല്ലോ. ഏതില്ലല്ലോ? മറ്റേതില്ലല്ലോ. ഏത് മറ്റേത്? മറ്റേ ഫേസ്ബുക്കും വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ കഴിച്ചില്ലേ? ബാലേട്ടന്റെ മൊബൈലുണ്ട്. അല്ല ബാലേട്ടന്റെ മൊബൈലിൽ ഉണ്ട്. ബാലേട്ടൻ പറഞ്ഞ ഞമ്മള് നോക്കിയില്ല. നോക്കിയാൽ നിങ്ങളെ ഞമ്മള് കൊന്നാളും. നിങ്ങൾക്ക് അറിയാലോ ഞമ്മളെ സ്വഭാവം.
അത് ഞമ്മക്ക് അറിയില്ല പാത്തു. എന്നാലും ഈ മോളങ്ങനെ കയറൂരി വിടരുത്. ഇപ്പത്തെ കാലം അങ്ങനെയാണ് പാത്തു. ഒഞ്ച മൂസക്കായെ ഞമ്മൾ നിങ്ങളോട് പിന്നെയും പറയാണ്, നിങ്ങൾ ഓളെ മേല് കണ്ണ് വെക്കണ കാര്യം വിടി. ഓളെ പറ്റി നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട. ഓൾ ഇഞ്ച മോളാണ്. അതാ ഞമ്മക്ക് പേടി. മൂസക്കയ്യെ മാണ്ടേ ഇനി ഏതെങ്കിലും ആണുങ്ങൾ ഓളെ മേല് കൈവെക്കാൻ വന്നാല് അതോട് ചോദിച്ചോളൂ. എന്ത്? ഇങ്ങള് കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കോ, ഇങ്ങള് നട്ടലുള്ള പെണ്ണുങ്ങളെ കണ്ടുക്കോ, കണ്ടിക്കില്ലേ ബാ ഇഞ്ചത്തേക്ക് ബാ, ഇങ്ങള് ആണാണെ ബാളാണെ ബാ, ഇങ്ങള് ഇന്നൊന്ന് തൊട്ടോക്ക്, ആ ആ ഓളൊന്ന് തൊട്ടോക്ക്, ആ ആ ഇന്നൊന്ന് തൊട്ടോക്ക്, ഞാനും കോഴിക്കോട്ട്, ഓളൊന്ന് തൊട്ടോക്ക്, ഓളും കോഴിക്കോട്ട്, തൊട്ടക്കിട്ട കയ്യും കാലം പറ്റി നാട്ടുകാർക്ക് വീട്ടുകാർക്ക് തൊട്ടു. ഇതൊക്കെ പാടി തീർക്കുമ്പോഴേക്കേ ചെക്കന്മാർ ഓളെ വണ്ടിയിലിട്ട് പിടിച്ച് കേറ്റിക്കൊണ്ടുപോവാന്നാ ഞമ്മക്ക് പേടി. വാപ്പോ അർമ്മത്തിന്റെ വർത്താൻ പറഞ്ഞില്ലേ മനുഷ്യ. എന്തായാലും പാത്തോ, ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെയാണ് കുട്ടികളെ ഇങ്ങനെ ബസളാക്കണത്. അങ്ങനെ പറയരുത് മുസക്കായെ. ഫേസ്ബുക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു അനന്ത സാഗരാണ്. അതിന്റെ തീരത്ത് അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് ഞാൻ. നിങ്ങൾക്കറിയോ മൂസക്കായെ, ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തിക്കുണ്ടല്ലോ 258 ലൈക്കും 116 കമന്റും. അല്ല, ഈ ലൈക്ക് എന്ന് പറഞ്ഞത് പൈസയാ? പിന്നെ ഇഷ്ടം. ആരോട്? നമ്മളോട്. ആർക്ക്? 258 ആൾക്കാർക്ക്. ഈ ആൾക്കാരെന്ന് പറയുമ്പോ അതിന്റെ താണുങ്ങളും ഉണ്ടാവുമോ? പിന്നല്ലാണ്ട് ഇഷ്ടമാതിരി. പഠിച്ചോനെ, ഇത് കൈവിട്ടു പോവുമല്ലോ. ഞാൻ നോക്ക് പാത്തോ, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അന്റെ ഈ ഫേസ്ബുക്കും ലൈക്കും കമന്റും ഒക്കെ. അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലുണ്ടല്ലോ. ഓഞ്ച വാപ്പോ, ഒരു ലൈക്കും കമന്റും ഇല്ലാത്ത മനുഷ്യ. അതേടി, എനിക്കിപ്പോ ലൈക്കും ഇല്ല കമന്റും ഇല്ല. അതൊക്കെ ഉള്ളവര് കൊറേ ഉണ്ടല്ലോ. എനിക്ക് അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നതൊക്കെ പഠിപ്പിച്ച ഓനുണ്ടല്ലോ റിസ്വാൻ, ഓനെ ഞാൻ ശരിയായി കൊടുക്കുന്നു. ഓങ്ങോട്ട് വരട്ടെ. ഒഞ്ച പഠിച്ചോനെ, എന്ത് പറഞ്ഞിട്ടാ നമ്മൾ ഈ മനുഷ്യനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക? ഈ മനുഷ്യൻ എന്തിനാണ് നമ്മളെ തലേക്ക് തന്നെ കെട്ടിവെച്ചത്? മോളിങ്ങനെ നടക്കണേന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ പെരേന്ന് ഇമ്മാരി കളി കളിച്ചാല് മോള് പുറത്തിറങ്ങി എന്തൊക്കെ കളി കളിക്കും. അതാണ് നമുക്ക് ബേജാറ്. ഈ കമ്പ്യൂട്ടറും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അറിയണ ഒരുത്തനെ നമുക്ക് കെട്ടിയാ മതിയായിരുന്നു. അതെ, 4ാം ക്ലാസ് വരെ പഠിച്ച അന്നെ കെട്ടാനേ ബാങ്ക് ഉദ്യോഗസ്ഥന്മാര് വരികയാണല്ലോ. നിങ്ങൾ ഇഞ്ച 4ാം ക്ലാസ്സിനെ പറ്റി കുറ്റൊന്നും പറയണ്ട. നിങ്ങളെ വർത്താനം കേട്ടാ തോന്നല്ലോ നിങ്ങൾ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതാണ്. നിങ്ങൾ വെറും 7ാം ക്ലാസ് അല്ലേ? 7ാം ക്ലാസ്. എടി, 7ാം ക്ലാസ് എന്ന് പറഞ്ഞാല് അത്ര മോശം ഡിഗ്രി അല്ല. UP ആണ്. UP. ഈ വെറും LP അല്ലേ? LP UP എന്നൊക്കെ പറഞ്ഞാല് അതെ, LP എന്ന് പറഞ്ഞാല് ലേശം പഠിച്ചോളൂ. UP എന്ന് പറഞ്ഞാല് ഉസാറായി പഠിച്ചോന്നാണ്. എന്തായാലും അന്നെക്കാളും 3 കൊല്ലത്തെ വിദ്യാഭ്യാസ യോഗ്യത ഞമ്മക്കുണ്ട്. ഓ, വലിയ കാര്യമായി. ഇപ്പൊ നിങ്ങളങ്ങ് പത്രത്തിൽ കൊടുത്തോടി. ഹലോ, MIT മൂസയല്ലേ? ആണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. സ്ഥലം SI രാജശേഖരനാണ് സംസാരിക്കുന്നത്. അതിന് സാറേ, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരും കട്ടിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല. ആ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. MIT മൂസയുടെ മകൾ റസിയ പോലീസ് സ്റ്റേഷനിലുണ്ട്. പഠിച്ചോനെ, എന്തിനാ സാറേ? കുറച്ച് ആൺകുട്ടികളുടെ കൂടെ 2 പെൺകുട്ടികൾ കോഴിക്കോട് കടപ്പുറത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് സംശയം തോന്നി ഞങ്ങളുടെ പോലീസുകാർ പൊക്കിയതാ. നമ്മള് മോളോ? അതെ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കയറൂരി വിടുകയാണോ നിങ്ങൾ? ക്ലാസ്സില്ലാത്ത ദിവസം അവരൊക്കെ എങ്ങോട്ടാ പോണെന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങൾ ശേഷം വരെ വന്നിട്ട് മോളെ കൊണ്ട് പോണം. പെട്ടെന്ന് വരൂ. നമ്മളിപ്പോ വരാം സാറേ. കണ്ടില്ലേ അന്റെ പൊന്നാറ മോളെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന്. കൂട്ടുകാരിന്റെ കൂടെ എന്തോ സാധനം വാങ്ങാൻ പോയിന്നല്ല എന്നോട് പറഞ്ഞത്. ചെക്കന്മാരെ കൂടെ കടപ്പുറത്ത് കടങ്ങി നടക്കേനോള്. അന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പാത്തോ. ഓളം കുട്ടി നമ്മളിങ്ങോട്ട് വരട്ടെ. പഠിച്ചോനെ, മൂസക്കായി വരുന്നതിന് മുമ്പ് സുനാമി വന്ന് ലോകം അവസാനിച്ചാ മതിയായിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇശൽ നിലാവ്. ഇത് ലാമിയ സിൽക്സ് ഇശൽ നിലാവ്, സെലിബ്രേറ്റഡ് ബൈ ലാൻഡ് ലിങ്ക്സ് ഡെവലപ്പേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. അടുത്തതായി ഇശൽ നിലാവിൽ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനുമായി നമുക്ക് മുന്നിലെത്തുന്നു ഗായകൻ ശ്രീ ഫ്രാങ്കോ. ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് സംഭവം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ സമയത്തൊക്കെ എനിക്ക് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനായിരുന്നു, ഒരു ആക്ടറായിരുന്നു, ഒരു സിംഗറായിരുന്നു. കൈരളി ചാനലാണ് മണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാനൽ. അതുകൊണ്ട് തന്നെ
ഈ ചാനൽ കണ്ടക്ട് ചെയ്യുന്ന കൈരളി ചാനൽ കണ്ടക്ട് ചെയ്യുന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ ഈ ഗാനം സ്പെഷ്യലായിട്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ഗാനമാണ്. ഈ ഗാനം എൻ്റെ കൂടെ പാടാനായിട്ട് ഞാൻ ബഷീർക്കയെ കൂടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മണിച്ചേട്ടൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ ബഷീർക്ക് ചെയ്തിട്ടുണ്ട്. ബഷീർക്കയുടെ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്രൻ്റ് തന്നുകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ഉണ്ടാകും, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഫ്രാങ്കോ ഒരുക്കുന്ന ഇതിൽ ഞാൻ വെറുതെ ഒന്ന് കൂടുന്നു. ഇതിൽ ഒരു കാര്യം കൂടെ, ഇതൊരു അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ട്രാക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വി ഹോപ്പ് യു എൻജോയ്. നമുക്ക് കൈയടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം സൂചിപ്പിക്കാം. Here we go. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉളപ്പുഴാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉളപ്പുഴാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നും നിന്റെ വീട്ടിലെ കല്യാണ അലങ്കാരം, ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. വെള്ളമേ പുള്ളില്ല മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. തേനിൽ കുളിച്ചാലും പാലിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പുന്നാരെ, കാക്ക വെളുക്കില്ലടി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. Can we have some more? വരത്തന്റെ ഒപ്പം പൊളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കം വാച്ചിനൊടുക്കം കിട്ടിയോടെ തങ്കമ്മേ. വരത്തന്റെ ഒപ്പം പൊളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കം വാച്ചിനൊടുക്കം കിട്ടിയോടെ തങ്കമ്മേ. ആണിന്റെ മനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മനം കാക്കണതാരണി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. മരുത്തനൊപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം മച്ചലിനൊടുക്ക കിട്ടിയോടി തങ്കമ്മേ. മരുത്തനൊപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം മച്ചലിനൊടുക്കം കിട്ടിയോടി തങ്കമ്മേ.